നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ പിസയാണ്. പിസ്സ ബേസിനുള്ള 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങി വരുന്നത് വരെ അടച്ചു വെക്കണം. 2.5 കപ്പ് മൈദ മാവിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പ് ആവശ്യത്തിനും ഇട്ട് പൊങ്ങി വന്ന ഈസ്റ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറേശ്ശെ മാവിലേക്ക് ഒഴിച്ച് കുഴച്ച് എടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാം ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഞാൻ പാം ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈസ്റ്റും പഞ്ചസാരയും ഉപ്പുമിട്ട വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം. ഇളം ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയല്ല, കുറച്ച് ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ കയ്യിലിട്ട് തിരുമ്മി ഇതിലേക്ക് ചേർക്കുക. ഈ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസയിൽ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ബൗളിൽ പാം ഓയിൽ തടവി വെക്കുക. അതിൽ പിസയുടെ മാവ് ഉരുട്ടി അതിന്റെ പുറത്ത് 1 ടീസ്പൂൺ പാം ഓയിൽ പുറത്ത് തടവി അടപ്പടച്ച് അതിന്റെ പുറത്ത് വെയിറ്റ് വെക്കുക. മഴ സമയമാണെങ്കിൽ 4 മണിക്കൂറും വെയിൽ സമയമാണെങ്കിൽ 2.5 മണിക്കൂറും കൊണ്ട് ഈ മാവ് ഡബിളായി പൊങ്ങി വരും. പിസയ്ക്കുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാനായി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇവയെല്ലാം ഇളക്കി യോജിപ്പിച്ച് 15 മിനിറ്റ് വെക്കാം. പിസയുടെ സോസ് തയ്യാറാക്കുന്നതിന് 1 ക്യാപ്സിക്കം വലുതായി അരിഞ്ഞത്, 1 സവാള വലുതായി അരിഞ്ഞത്, 9 അല്ലി വെളുത്തുള്ളി ഇതൊരു പാത്രത്തിൽ വേകുന്നതിനുള്ള വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് വെക്കാം. സോസിനുള്ള കൂട്ട് വെന്തിട്ടുണ്ട്. അത് തണുക്കുന്നതിനായി ഒരു പാനിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോയുടെ തൊലി കളഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പാം ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് സോസിന് വേണ്ടി അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. സോസിന് എരിവ് കൂടുതൽ ആയി വേണ്ടവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. സോസ് റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ എടുത്ത് കയ്യിലിട്ട് തിരുമ്മി ഇതിലേക്ക് ചേർക്കണം. ഇതിന്റെ ഫ്ലേവർ കിട്ടാനാണ്. നിങ്ങൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിസയ്ക്കുള്ള സോസ് റെഡിയായി വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പിസയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ വറുക്കുന്നതിന് ആവശ്യമുള്ള പാം ഓയിൽ ചേർത്ത് ചൂടാവുന്നതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ ഇടാം. പിസയ്ക്കുള്ള മാവ് ഡബിളായി വന്നത് കുഴച്ച് ഒരു പിസയ്ക്കുള്ള മാവ് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാവ് പരത്തി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് 1 ടേബിൾ സ്പൂൺ പരത്തി വെച്ച മാവിന്റെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്പി പിസയാണ്. അതിന്റെ എയർ ബൗൾസ് എല്ലാം മാറുന്നതിന് ഫോർക്ക് ഉപയോഗിച്ച് പരത്തി വെച്ച മാവിന്റെ പുറത്ത് കുത്തി കൊടുക്കണം. എങ്കിലേ പിസ ക്രിസ്പിയായി വരികയുള്ളൂ. അതിലേക്ക് മോസറല്ല ചീസ് കൂടി വിതറി കൊടുക്കണം.
ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കത്തിന്റെ മഞ്ഞ, പച്ച, ചുവപ്പ് 3 കളർ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എളുപ്പം 3 കളറും കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളറുകൾ ഉള്ള ക്യാപ്സിക്കം ഇടാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലിൽ നിന്നും അടർത്തിയെടുത്തത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് പിസ്സ ബേസിന്റെ മുകളിൽ വിതറണം. അതിന്റെ കൂടെ സ്ലൈസ്ഡ് ഒലിവ്സും കൂടി ചേർക്കാം. പിസ്സയുടെ ബേസ് സെറ്റ് ചെയ്തതിലേക്ക് സ്ലൈസ്ഡ് ചീസ് ഞാൻ ചെറിയ പീസസ് ആക്കി ഇട്ടതിന്റെ കൂടെ തന്നെ മോസറല്ല ചീസ് കൂടി ചേർത്ത് എരിവ് ആവശ്യമാണെങ്കിൽ ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവൻ 180 ഡിഗ്രി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റിന് ഇടാം. നിങ്ങളുടെ ഓവൻ സെറ്റപ്പിനനുസരിച്ച് വ്യത്യാസം വരും. പ്രീ ഹീറ്റായ ഓവനിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സയുടെ ട്രേ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്കിംഗ് മോഡിലിട്ട് പിസ്സ തയ്യാറാക്കി എടുക്കാം. പിസ്സ തയ്യാറായിട്ടുണ്ട്. ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ പിസ്സയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.